വാർത്താ സമ്മേളനത്തിനിടെ നാടകീയമായ രംഗങ്ങളായിരുന്നു കണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു മിന്നൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചു. അപ്രതീക്ഷിത പ്രതിഷേധം ആ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു. ബിനു ചുള്ളിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഉപരോധ സമരം ഉണ്ടായത്. ഇപ്പോൾ പോലീസ് അവരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കങ്ങൾ അവിടെ നടക്കുകയാണ്. അത് അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. വലിയ പോലീസ് സന്നാഹത്തിന് കണ്ണുപൊട്ടിച്ചാണ് പ്രതിഷേധക്കാർ വാർത്താ സമ്മേളന മുറിയിലേക്ക് കടക്കുകയും വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ടും പ്രിൻസിപ്പളും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന മേശയ്ക്ക് മുകളിലിരുന്നൊരു മുദ്രാവാക്യം മുഴക്കിയത്. പിന്നീടാണ് അവിടെ പോലീസ് എത്തി ആ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്തായാലും ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് നാടകീയമായ രംഗമാണ്. അവിടെ ശസ്ത്രക്രിയക്കിരയായ അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് വിധേയയായ ഒരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി 5 വർഷത്തെ വേദന അനുഭവിച്ച അതിന്റെ വാർത്താരോഷം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ നിന്ന്. വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ ഉണ്ടായത്. അപ്രതീക്ഷിതമായ പ്രതിഷേധമായിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഏതെങ്കിലും സൂചന അവിടെ ഉണ്ടായിരുന്നില്ല. അശ്വിൻ പാലാഴി അവിടെ ഉണ്ട്. അശ്വിന് അങ്ങേയറ്റം നാടകീയമായി പോയി ആ സമരം അല്ലേ? ഹാളിലേക്ക് കടന്നു വരികയും തുടർന്ന് പ്രതിഷേധമായിരുന്നു. കാരണം ഇത്തരത്തിലൊരു പ്രതിഷേധം എന്ന് യൂത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഒന്ന് പോവില്ല എന്ന നിലപാടാണ്. കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാതെ അവിടെ ഒന്ന് പോവില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് ബിനു ചുള്ളിയുടെ നേതൃത്വത്തിലാണ് അങ്ങോട്ടേക്ക് 3 പ്രതിഷേധക്കാർ അവിടെ എത്തുകയും വാർത്താ സമ്മേളന ഹാളിനകത്തേക്ക് കടന്ന് മുദ്രാവാക്യവുമായി അവിടെ ഒന്ന് വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തി അവിടെ ഒന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സമരത്തിന്റെ സൂചന ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് സന്നാഹത്തിന് കണ്ണുപൊട്ടിച്ചാണ് 3 സമരക്കാർ വാർത്താ സമ്മേളന ഹാളിനകത്തേക്ക് കടന്നുകൂടി അവിടെ മുദ്രാവാക്യം മുഴക്കിയത്. അത് ഈ പറയുന്ന ആ സമയത്തുണ്ടായിരുന്ന ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് വരാൻ പോകുന്ന അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്നതൊരു സൂചനയാണോ ആ പറയുന്നത്? എല്ലാ ശസ്ത്ര ഉപകരണങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഉഷചേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്ന ആ കത്രിക അത് എവിടെ നിന്ന് വന്നതാണ് എന്ന ചോദ്യം സ്വാഭാവികമായും അവർ തന്നെ മറുപടി പറയേണ്ടി വരും. അത് ഒരു വെള്ളയടിക്കാനുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ സൂചനയാണോ അത് എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ആ വാർത്താ സമ്മേളന ഹാളിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. ഇപ്പോഴും ആ 3 പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവരെ എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ വിശദീകരിക്കാതെ വലിച്ചിഴച്ചുകൊണ്ട് പോവാണ്. ബിനു ചുള്ളിലടക്കമുള്ള നേതാക്കളെ അവിടെ നിന്ന് പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങേയറ്റം അസാധാരണമായ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അല്പസമയം മുമ്പ് വണ്ടാനത്ത് വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് കടന്നു കയറിയ ആ പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
നാണമില്ലേ? പിന്നെ എന്തിനാ സംരക്ഷിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? ന്യായമായ സമരമല്ലേ? രാഷ്ട്രീയം വിട്, രാഷ്ട്രീയം വിട് സാറേ, രാഷ്ട്രീയം വിട്. മൂന്നുപേരെ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നുപേരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് നന്നെ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനാണ് പാടുപെടുന്നത്. അവർ പ്രതികരിക്കാതെ പോവില്ല എന്ന നിലപാടാണ് ബിനു ചുള്ളിയിലടക്കം. മൂന്ന് പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. മൂന്ന് പ്രവർത്തകരെ കുറഞ്ഞത് 10-15 പോലീസുകാരെങ്കിലും ഉണ്ട്. അവർക്ക് കൊണ്ടുപോകാൻ അവർ തന്നെ കഷ്ടപ്പെടുന്നുണ്ടായാലും അവിടെ നിന്ന് ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് വീണ്ടും മുദ്രാവാക്യം മുഴക്കമാണ്. അല്പസമയം മുമ്പാണ് പ്രേക്ഷകർ കൺമുന്നിൽ കണ്ടതുപോലെ വാർത്താ സമ്മേളനം നടക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമായിരുന്ന കാര്യം അങ്ങനെ കേരളം ഞെട്ടിയെന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം നേരത്തെയും ഈ വയറ്റിനകത്ത് കത്രിക ഉള്ള വാർത്തകൾ, കൈമുറിച്ച വാർത്തകൾ, ആൾക്കാർ മരിച്ചു പോകുന്ന വാർത്തകൾ കണ്ട് വലിയ ഞെട്ടലൊന്നും ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അത് അംഗീകരിക്കാനാവാത്തതാണ്. ഒരു 5 വർഷം ഒരു വീട്ടമ്മ വയറ്റിൽ കത്രികമായി ജീവിക്കുക, അതിന്റെ വേദന തിന്നുക, എന്നിട്ട് ഡോക്ടർമാർ അവിടെ നിന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്രണ്ട് പറയുന്നത് അതിന്റെ വേദനയാവില്ല, മൂത്രത്തിക്കലിന്റെ വേദനയാണ്, ഈ സാധനം എത്ര നാൾ ഇരുന്നാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് നേരത്തെ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറും ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ സൂപ്രണ്ട് പ്രിൻസിപ്പളൊക്കെ പറയുന്നത്. എന്തോ ഈ പറയുന്ന ഓർത്തോ കാര്യത്തിലൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെന്തോ വെക്കുമ്പോൾ അത് ദീർഘനാളിരിക്കും, അത് കാരണം ഇതിരുന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് പ്രതിഷേധം ബിനു ചുള്ളിയിലടക്കം 3 പേരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. ഞങ്ങൾക്കറിയാമല്ലോ എന്താ അങ്ങനെ പറയുന്നത്, എന്താ പറയുന്നത്? സാധാരണപ്പെട്ട മനുഷ്യന് സർക്കാർ ആശുപത്രിയിൽ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. സാധാരണക്കാരെ രക്തം കുടിക്കുന്ന ട്രാക്കുളയായി കേരളത്തിന്റെ വീണ ജോർജ് മാറിയിരിക്കുക. കേരളത്തിലെ പ്രതിഷേധം, കേരളത്തിന്റെ അർദ്ധനാണെന്ന് തോന്നുന്നു. സംഘർഷഭരിതമായ സാഹചര്യം അവിടെയുണ്ട്. എന്താണ് പെട്ടെന്ന് സംഘർഷത്തിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും 3 പ്രവർത്തകരാണ്, ബിനു ചുള്ളിയുടെ നേതൃത്വത്തിലെ 3 പ്രവർത്തകരാണ് വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് കടന്നു കയറി അവിടെ പ്രതിഷേധിച്ചത്. വലിയ പോലീസ് സന്നാഹത്തിന് കണ്ടുപിടിച്ചായിരുന്നു പ്രതിഷേധം. എന്തായാലും ആ 3 പ്രവർത്തകർ പോകാൻ കൂട്ടാക്കുന്നില്ല. അതിനിടയിൽ ഒരു ചെറിയ സംഘർഷ സാഹചര്യം പോലെ അവിടെ ഉണ്ടായി. പക്ഷേ അത് സംഘർഷത്തിന്റെ കാര്യം, ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. സംഘർഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ എല്ലാവരും പടിയിൽ നിന്ന് വീഴും എന്ന് പോലീസുകാർ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ അവിടെ പോകാൻ തയ്യാറാവുന്നില്ല. അശ്വിൻ പാലാഴി വാർത്തയുടെ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അശ്വിൻ, അവിടെ ഈ വാർത്താ സമ്മേളനത്തിനിടയിലെ മിന്നൽ പ്രതിഷേധത്തിന് എന്തെങ്കിലും സൂചന മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നോ? ഈ ഉപരോധമോ വാർത്താ സമ്മേളനത്തിനിടയിലേക്കുള്ള പ്രതിഷേധമൊന്നും ഒരു തരത്തിലും ആരെയും അറിയിച്ചിരുന്നില്ല. പക്ഷേ പോലീസിന് ചില സൂചനകൾ ഉണ്ടായിരുന്നതുകൊണ്ടാകാം അശ്വിൻ പാലാഴി അവിടെ വലിയ ആ ബഹളത്തിനിടയിൽ നിൽക്കുന്നതായതുകൊണ്ടാണ് പറയുന്നത് കേൾക്കാത്തത്. എന്തായാലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ, നിരാശാജനകമായ, കേട്ടാൽ തന്നെ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണെന്നാൽ തർക്കമില്ല. കേരളത്തെ ഞെട്ടിക്കുന്നതല്ല എന്ന് പറയാനുള്ള കാരണം
ഇത് ആദ്യമായി വയറ്റിൽ കത്രിക എന്ന വാർത്തയാണെങ്കിൽ നമ്മൾ ഞെട്ടിയേനെ. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ നേരത്തെ ഹർഷിനയുടെ വയറ്റിലെ കത്രികയും ദീർഘവർഷങ്ങൾ അവർ അത് വയറ്റിൽ വെച്ചുകൊണ്ട് കുടല് പഴുത്തും കഠിനമായ വയറുവേദനയിലും ഒക്കെ ആശുപത്രികൾ കയറുകയറും കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാം. അത് കാരണം ഇത് വലിയ തോതിൽ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഞെട്ടൽ ഉണ്ടാവുന്നില്ല. മാത്രമല്ല, ഓടിക്കളിച്ച് വീണൊരു കുഞ്ഞിൻ്റെ കൈമുറിച്ച കാര്യമടക്കം നമ്മൾ കണ്ടിട്ട് അധിക നാളായിട്ടില്ല. അങ്ങനെ ആവർത്തിക്കുന്ന സിസ്റ്റം പരാജയത്തിൽ, ആവർത്തിക്കുന്ന സിസ്റ്റം ദുരന്തങ്ങളിൽ ഒരു വീട്ടമ്മയുടെ വയറ്റിലെ കത്രികയുടെ വാർത്തയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ കത്രിക എങ്ങനെ വന്നു എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അന്ന് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്ത സമയത്തെ ഉപകരണങ്ങളെല്ലാം തന്നെ സിസ്റ്റർമാർ രേഖപ്പെടുത്തിയുണ്ട്, അതിലൊന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കത്രിക എങ്ങനെ അത് സ്വയംഭൂവായ വയറ്റിനകത്ത് വന്നതാണോ എന്ന ചോദ്യമൊക്കെ അവിടെ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ പറയുന്നത് അന്വേഷണ റിപ്പോർട്ടിൽ ആരെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിലാണ് ഉണ്ടായത്. അങ്ങനെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് വയറ്റിൽ കത്രിക വന്നത്? എന്നാൽ ഈ സർജറിക്ക് നേതൃത്വം നൽകിയ യൂണിറ്റിന്റെ നേതാവായിരുന്ന, അല്ലെങ്കിൽ ആ ഡോക്ടർ നേരത്തെ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഇത് 40 വർഷം ഇരുന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ് മാധ്യമപ്രവർത്തകരോട് ചിരിച്ചുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞത്. അത് ചെറിയ കത്രികയാണത്രേ, അത് കത്രികയല്ല, എന്തോ മോസ്കിറ്റോ എന്തോ സംഭവമാണ്, അത് കാരണം അത് വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്. അവിടെ ഇരുന്നത് ഈ പറഞ്ഞ മൺവെട്ടിയും കൂന്താലിയും ഒന്നും അല്ലല്ലോ എന്ന ഭാവത്തിലാണ് ആ ഡോക്ടർ ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞത്. ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്ന ഒരു സാധു സ്ത്രീ 5 വർഷം വയറ്റിനകത്ത് കത്രിക വെച്ചുകൊണ്ട് നടന്ന് അത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിട്ടും പോയിട്ട് പിന്നവാ എന്ന് പറഞ്ഞു വിട്ട ആശുപത്രി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു വിട്ട സംവിധാനം ബിനു ചുള്ളി സംസാരിക്കാം. ചവറയില് ഒരു മനുഷ്യൻ മരണപ്പെട്ടു. എങ്ങനെ മരണപ്പെട്ടത്? മരണമൊഴി പോലെ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മരിക്കുന്നു. കണ്ടോ പൊളിറ്റിക്സ്? കണ്ടോ? നമ്മളെ പറയാൻ ഇത് അനുവദിക്കുമോ? ഈ പോലീസുകാര് ഇതിനെ ന്യായീകരിക്കുന്നുണ്ടോ? മനസ്സിലായോ? നമ്മൾ ഏത് പേഷ്യന്റാ തടഞ്ഞത്? ഇവര് ഞങ്ങള് കണ്ടോ പോലീസിന്റെ രാഷ്ട്രീയം കണ്ടോ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഒത്താശ ചെയ്യുന്ന പോലീസാണ്. വീണ ജോർജിനെ പോലെയുള്ള ആളുകൾ ഈ കാവൽ മന്ത്രിസഭയിൽ തുടരാൻ പാടില്ല. മിനിറ്റുകൾക്കുള്ളിൽ അവര് പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവര് പോട്ടെ, നിങ്ങൾ വെള്ളോട്ട് ഇറങ്ങിയോ? അതിന്റെ വെളി എവിടെ സമരം ചെയ്യണം? ഈ പടിയെന്ന് മാറിയോ? കാരണം ഞങ്ങൾ എവിടെ ആൾക്കാർ പോകണ്ടേ? നിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നേ. ഞങ്ങൾ അകത്തായിരുന്നല്ലോ സമരം ചെയ്ത്. അവരൊന്ന് പോട്ടെ, അവരൊന്ന് പൊക്കോട്ടെ. അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്തു. നിങ്ങൾ വെള്ളോട്ട് അവിടെ ഇറങ്ങി. നിങ്ങൾ ഈ കൺജസ്റ്റഡ് വേയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ചെറിയ ഇടുങ്ങിയ ഒരു സ്പേസ് ആണ് അവിടെ. ഈ പറഞ്ഞ കോവണി ഒക്കെ ഇടുങ്ങിയ കോവണിയാണ്. അപ്പോൾ അത് അവിടെ വരുന്നവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ആ സമരം അങ്ങനെ പോകുന്നത് സങ്കടകരമാണ്. അവരവിടുന്ന് മാറി, സമരക്കാർ ആ പടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അതിനകത്താണ് വാർത്താ സമ്മേളനത്തിന്റെ ഹാളിനകത്ത് ആണ് അവർ ഇരുന്നത്. അവരെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് ആ പടിക്ക് അവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരുപാട് രോഗികളൊക്കെ ഇറങ്ങിപ്പോകേണ്ട സ്ഥലമൊക്കെയാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സമരം നടത്തുകയും അതുങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു അവിടുത്തെ സാഹചര്യം കാണുമ്പോൾ. എന്തായാലും ആ സമരം അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സമരമല്ല, അപ്രതീക്ഷിതമായ സമരമായിരുന്നു. ഈ പറയുന്ന മെഡിക്കൽ സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഒക്കെ അവിടെ വാർത്താ സമ്മേളനം നടത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഡോക്ടർ ഷാഹിദയാണ്. ഡോക്ടർ ഷാഹിദ ഇപ്പോൾ പറയുന്നത്, ഡോക്ടർ ഷാഹിദയുടെ പ്രതികരണം നമുക്ക് വരുന്നുണ്ട്. ഡോക്ടർ ഷാഹിദ ഇപ്പോൾ പറയുന്നത് താൻ ലളിതാംബികയുടെ യൂണിറ്റിലെ അംഗമായിരുന്നു. നിലവിൽ അന്വേഷണം തന്നെ വിളിച്ചാൽ കാര്യങ്ങൾ പറയുമെന്ന് ഡോക്ടർ ഷാഹിദ പറയുകയാണ്. കോവിഡ് കാലമായതിനാൽ ഒരുപാട് രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഷാഹിദ നിലവിൽ SIT ആശുപത്രിയിലെ ഗൈനക്ക് വിഭാഗത്തിൽ പ്രവർത്തിക്കുകയാണ്. 27 വർഷത്തെ സർവീസിൽ ഒരു കൈപ്പിഴ പോലും ഉണ്ടായിട്ടില്ല. സ്ക്രബ് നേഴ്സ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. എന്നാൽ ഫ്ലോർ നേഴ്സ് എന്ന തസ്തിക ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നും ഡോക്ടർ ഷാഹിദ 24 പറയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ ചവറയിലെ വേണു മരിക്കുന്ന സമയത്ത് അതിനുശേഷം ഒരു മെഡിക്കൽ ബോർഡിൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. ഏതോ ലോകത്തെ എവിടെയൊക്കെയുള്ള ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ എടുത്തു വെച്ച് ഇത് സംഭവിക്കുന്നതാണ്, ഇങ്ങനെ മരിച്ചു പോകുന്നത് സംഭവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. കുഞ്ഞിൻ്റെ കൈമുറിച്ച സമയത്തും അത്തരത്തിലൊരു വെള്ളയടിക്കൽ വാർത്താ സമ്മേളനം കണ്ടതാണ്. അതിനുശേഷം വേണുവിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നത് അത് അനാസ്ഥകളുടെ ഒരു പരമ്പര എന്ന് പറഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ വേണുവിൻ്റെ ജീവിതം രക്ഷിക്കാമായിരുന്നു എന്ന് നേർക്കുന്ന എഴുതി വെച്ച അന്വേഷണ റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനം അവരെ സംരക്ഷിക്കുന്ന ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് പുതിയ കാര്യമല്ല. എന്തായാലും അത്രത്തോളം ന്യായീകരണത്തിലൂടെ കാര്യങ്ങൾ പോയില്ല. കാര്യം അത് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായി അവരെ തള്ളിക്കളയുന്ന സമീപനമൊക്കെ പലരിലും നമ്മൾ കണ്ടു. വാർത്താ സമ്മേളനത്തിൽ പക്ഷേ അവിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുന്നുണ്ട്, കയ്യേറ്റം ഉണ്ടാവുന്നുണ്ട്. അവിടെ സമരം നടത്തിയ 3 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് പോലീസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിനെ ചെറുക്കുന്നുണ്ട്. അവിടെ വലിയ ഉന്തും തള്ളും സംഭവിക്കുന്നുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
കഴിവുകെട്ട ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യൂ പോലീസേ അമ്പോ എന്തൊരു നാണക്കേട് അമ്പോ എന്തൊരു നാണക്കേട് സംവിധാനം തകരാറാണ് അമ്പോ എന്തൊരു നാണക്കേട് കഴിവുകെട്ട ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യൂ പോലീസേ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാവപ്പെട്ട രോഗികളെ പരീക്ഷണ വസ്തുവാക്കുന്ന ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യൂ കഴിവുകെട്ട ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യൂ പോലീസേ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് ഇവിടെ 5 വർഷമായി കോട്ടയത്തെ മരണം നമ്മൾ കണ്ടു, നമ്മൾ തിരുവനന്തപുരത്തെ മരണം കണ്ടു. ഇവിടെ ഇപ്പോ 5 വർഷം ഒരു കത്രിക സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയാ ഒരു സ്ത്രീയുടെ വയറ്റിൽ. ഈ സമരത്തിനെതിരെ പോലീസ് ഞങ്ങൾ കൈകാര്യം ചെയ്ത് വിധി നോക്കും. ഇത് ജനാധിപത്യ സമരമാണ്. ഇവിടെ പാവപ്പെട്ട രോഗികളെ ഇതുപോലെ പ്രതികരിച്ചിട്ട് പൊക്കോളാന്ന് പറഞ്ഞില്ല. എത്ര സമരങ്ങൾ ഇവിടെ നടന്നു, എത്ര സമരങ്ങൾ ഈ സിസ്റ്റം തകരാറാണ് നാളുകളായി. എത്ര മരണങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ, എത്ര അപകടങ്ങൾ. കൈമാറി വരെ ഓപ്പറേറ്റ് ചെയ്ത ആശുപത്രിയാണിത്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ജനിതകമായുള്ള കുട്ടി ജനിച്ചു. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ജില്ലാ ആശുപത്രി ഡോക്ടർമാരും ഒക്കെ കാഴ്ചക്കാരെ നോക്കിക്കുന്നത് ശക്തമായ സമരമാണ്. ഈ സമരത്തെ പോലീസിൽ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് ഒരു പോലീസുകാരും വിചാരിക്കണ്ട. 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ആക്രമിച്ചവരെ, ഈ ആശുപത്രിയിൽ ഇതുപോലെയുള്ള ഓപ്പറേഷൻ നടത്തിയവരൊക്കെ തക്കതായ ശിക്ഷ കൊടുത്ത് അവരെ മാറ്റി നിർത്തുവാനും അവരിൽ നിന്ന് മുൻകൂർ നടപടിയെടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ വളരെ സമാധാനപരമായ സമരമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേരളം കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയമാണ് ഉണ്ടായത്. 5 വർഷം ഒരു രോഗിയുടെ, പാവപ്പെട്ട ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയിട്ട് ഇന്ന് മന്ത്രിയും അത് ചികിത്സിച്ചെന്ന് പറയുന്ന ഡോക്ടറും അതിനെ ന്യായീകരിക്കുക. ഡോക്ടർ പറയുകയാണ് 5 വർഷമല്ല 10 വർഷം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മൂത്രത്തിൽ കല്ലുകൊണ്ടാണ് അവർക്ക് പെയിൻ ഉണ്ടായെന്ന്. ആരാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്? ഇവരെ പിന്തുണയ്ക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ്. ആരോഗ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ, മാഫിയ ഹോസ്പിറ്റലുകളുടെ ഏജന്റായിട്ടാണ് വീണ ജോർജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിന്റെയും താലൂക്ക് ആശുപത്രിയിലെയും വരുന്ന സാധാരണക്കാരുടെ രക്തം കുടിക്കുന്ന രക്തരക്ഷസിനെ പോലെയാണ് വീണ ജോർജ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ സമാനമായ എത്രയോ സംഭവങ്ങൾ ഉണ്ടായി. ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധത്തെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുവാൻ പിണറായി വിജയന്റെ പോലീസ് ശ്രമിച്ചാൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ, വരുന്ന നാളുകൾ കാണാൻ കഴിയും. ഒരു തർക്കവുമില്ല. ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയെ വഴി തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിന് ഉത്തരവാദി വീണ ജോർജ് മാത്രമാണ്. വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. വീണ ജോർജ് പുറത്തിറങ്ങാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല. ചൂടയുണ്ടെങ്കിൽ പിണറായി വിജയൻ പോലീസിന്റെ സംരക്ഷണത്തിൽ വീണ ജോർജിനെ പുറത്തിറക്കി നോക്കട്ടെ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി എന്താണെന്ന് യൂത്ത് കോൺഗ്രസ് കാണിച്ചത്. വീണ ജോർജിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ വഴിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പറയുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ വീണ ജോർജിനെ പുറത്തിറക്കാൻ കേരള പോലീസ് ശ്രമിച്ചു നോക്കണം. അവിടെ പോലീസ് വാഹനം തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് പോകാം എന്നാണ് നേരത്തെ പ്രവർത്തകർ പറഞ്ഞത്. പോലീസ് സന്നാഹങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ അവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.
വാർത്താ സമ്മേളനത്തിന്റെ വേദിക്കുള്ളിലേക്ക് അപ്രതീക്ഷിതമായാണ് ബിനു ചുള്ളിയുടെ നേതൃത്വത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാർത്താ സമ്മേളന ഹാളിനകത്തേക്ക് ഇരച്ചു കയറുകയും അവരവിടെ നിന്ന് ആ ടേബിളിന്റെ മുകളിൽ കയറിയിരുന്ന മുദ്രാവാക്യം മുഴക്കുകയും അപ്പോഴാണ് പോലീസ് അവിടെ നേരത്തെ ഈ പ്രതിഷേധം ഒക്കെ ഭയന്ന് വലിയ പോലീസ് സന്നാഹം പുറത്തുണ്ട്. എന്നിട്ട് പോലും എങ്ങനെയാണ് ഈ സമരക്കാർ വാർത്താ സമ്മേളന ഹാളിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. എന്തായാലും അതിനുശേഷമാണ് പോലീസ് ആക്ട് ചെയ്തും അവരെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ അവരെ അവിടുന്ന് പോലീസ് തന്നെയാണ് ആ വാർത്താ സമ്മേളന ഹാളിൽ നിന്നും താഴേക്ക് അവരെ കൊണ്ടുവന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അവരെ അങ്ങനെ വലിയ സംഖ്യ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊന്നുമില്ല, ചെറിയ സംഖ്യ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. എന്തായാലും അവരെ ഇപ്പോൾ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പക്ഷെ അതിലൊരു പ്രവർത്തകൻ കേരളത്തിൽ ഇത് കേട്ടുകഴിവ് പോലും ഇല്ലാത്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, തെറ്റാണ്, അവാസ്തവമാണ്. കേരളത്തിൽ നേരത്തെ കേട്ടുകഴിവുണ്ട്. ഹർഷന എന്നാണ് ആ നേരത്തെയുള്ള കേട്ടുകഴിയുടെ പേര്. സമാനമായിരുന്നു, കത്രിക തന്നെയായിരുന്നു വയറ്റിനകത്തുണ്ടായിരുന്നത്. ദീർഘവർഷങ്ങൾ ആ കത്രിക വയറ്റിൽ വെച്ച് കൊടിയ വേദനയുമായി ഹർഷന നടന്നതാണ്. അതിനുശേഷമാണ് അത് കത്രിക ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനും അത് ഏത് കാലത്തെ കത്രിക എന്ന് സ്ഥിരീകരിക്കാനും ഡോക്ടർമാരുടെ പിഴവ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനും പിന്നെയും വർഷങ്ങളെടുക്കും. ഇപ്പോഴും അവർ സമരമുഖത്താണ്. ഉഷയ്ക്ക് പിന്തുണയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു ഐക്യദാർഢ്യ സമരം നടത്തുന്നുണ്ട് ഹർഷൻ. അതുകൊണ്ട് കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത സംഭവമല്ല വയറ്റിനകത്തെ കത്രിക. കേരളത്തിന് നേരത്തെ അറിയാം വയറ്റിൽ കത്രിക ഇരുന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും വേദന എന്താണെന്നും അതിനുശേഷമുള്ള സംവിധാനങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് കേരളത്തിന് അറിയാം. അതുകൊണ്ട് പുതിയ കാര്യമൊന്നുമല്ല. എന്തായാലും അവിടെ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ഉഷയുടെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഉഷയ്ക്ക് ആ സർജറി ഈ പറയുന്ന കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കത്രികയുടെ സ്ഥാനം കൃത്യമായിരിക്കും, എപ്പോൾ ഓപ്പറേഷൻ എന്ന കാര്യം തീരുമാനിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. വലിയ വേദനയുടെ കാര്യം ഉഷ പറയുന്നുണ്ട്. അത് പക്ഷേ മൂത്രത്തിക്കലിൻ്റെ വേദന എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടൊക്കെ ഇപ്പോൾ പറയുന്നത്. മൂത്രത്തിക്കലിൻ്റെ വേദന ഒന്നുമല്ല, വയറ്റിനകത്തിരിക്കുന്ന കത്രിക അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന എടുക്കുമെന്ന് സാമാന്യ മനുഷ്യർക്കൊക്കെ അറിയാം. അത് 10, 30, 40 വർഷം ഒരു കുഴപ്പമില്ലാതെ ഒരു കത്തിലൊക്കെ വയറ്റിനകത്തിരിക്കും എന്ന് പറയുകയാണ്. അത് ചെറിയ എന്തോ മോസ്കിറ്റോ സാധനമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് അന്നത്തെ സർജറിക്ക് നേതൃത്വം നൽകിയ യൂണിറ്റിന്റെ ഹെഡ് ഡോക്ടർ ലളിതാംബിക നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. വളരെ ചിരിച്ചോട് വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു ആനക്കാര്യമാണോ എന്ന മട്ടിലാണ് ആ ഡോക്ടർ സംസാരിച്ചത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ ഡോക്ടർ ഷാഹിദ എന്ന് പറയുന്ന ആ സമയത്ത് സർജറി നടത്തിയെന്ന് ഇപ്പോൾ ഇവർ പറയുന്ന ആ ഡോക്ടറോട് സംസാരിക്കുന്നു. ആ ഡോക്ടർ പറയുന്നത് അവർക്ക് ഓർമ്മയില്ല, കോവിഡ് കാലമായിരുന്നു, ഈ പറയുന്ന സ്ക്രബ് നേഴ്സ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഫ്ലോർ നേഴ്സ് ഉണ്ടാവാറില്ല, അതിലുള്ള ആൾക്ഷാമം എന്ന കാര്യം ഡോക്ടർ ഷാഹിദയും അവിടെ പറയുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ട് പതിവ് പോലെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.